ഷായിന ഷായിന ഈ പെണ്ണ് എവിടെ പോയിക്കോ? ഷായിന എവിടെയായിരുന്നു ഡീജെ? ഞാൻ മക്കളെ ഫുഡ് എടുക്കായിരുന്നു. മക്കല്ല ഫുഡ് എടുക്ക മല മറിക്കണ പണിയല്ലേ ഇവിടെ. എന്ത് പറഞ്ഞാലും മുണ്ടാതെ നിൽക്കും പോത്ത്. എന്ത് പറഞ്ഞാലും മുണ്ടാതെ നിന്നോളും പോത്ത്. എവിടെടി എന്റെ മാപ്പിള സൈനു? രാജകുമാരൊന്നും എങ്ങോട്ട് പോയില്ലേ? എന്ത് പറഞ്ഞാലും രണ്ടും കൂടി തലയും താഴ്ത്താൻ നിൽക്കും. എന്താ റബ്ബേ ഇന്റെ ഒരു വിധി. ഇപ്പൊ ഇങ്ങോട്ട് കൊണ്ട തരുന്നതാണ്. ഇപ്പൊ ഞാൻ ഓൽക്ക് അങ്ങോട്ട് കൊടുക്കാണ്. വല്ലാത്തൊരു വിധിയാണ് എനിക്കുള്ള തന്നത്. എന്നാ പോയി കറണ്ട് ബില്ല് അടക്കാം. എന്താ ചെയ്യണ്? എന്റെ ഒരു ഗതികേട് കണ്ടെന്താ? ഉമ്മ പറഞ്ഞതിന് ശരിയല്ലേ കാ? ഉമ്മക്ക് നമ്മൾ അങ്ങോട്ട് കൊടുക്കണ്ടല്ലേ? അപ്പോഴല്ലേ ഉമ്മയുടെ മേടിച്ചിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അതിന് ഉമ്മ പറഞ്ഞൊരു തെറ്റൊന്നുമില്ല. ഇതിലൊരു പണിയും കാര്യങ്ങളൊന്നും ജോലിയും ശരിയാവാതെ ഇപ്പൊ എന്താ ചെയ്യണു? പിന്നെ മുന്നിക്കങ്ങോട് ഞാൻ ഒരു കാര്യം പറയട്ടെ. നിനക്കിനോട് ദേഷ്യം തോന്നോ? ദേഷ്യം തോന്നണാണെങ്കിൽ പറയണ്ട തന്നെ. നിങ്ങൾ ഈ B.Ed ഒക്കെ പഠിച്ചത് കൊണ്ടൊന്നും യാതൊരു കാര്യമില്ല. എന്താ വെച്ചാൽ കിട്ടുന്ന പണിക്ക് പോകാൻ നോക്കും. അല്ലെങ്കിൽ ഉമ്മാടുന്ന് ചിലപ്പോൾ ഇതിൻ്റെ അപ്പുറം കേൾക്കേണ്ടി വരും. അതിപ്പോ ഞാൻ കൈക്കോട്ട് കളക്കാൻ പോവാണെങ്കിലും എനിക്കൊരു കുഴപ്പമില്ല. കൈക്കോട്ട് കളിക്കാനാ? എന്താ കൈക്കോട്ടുള്ള ഒരു പണിയല്ലേ? നമ്മൾ B.Ed പഠിച്ചത് കൊണ്ട് എന്താ കാര്യമുള്ളത്? ഇപ്പൊ എത്ര പ്രായമായി ഇന്നും ഇങ്ങനെ ഉമ്മയുടെ വായിൽ നിന്ന് ഇങ്ങനെ കേൾക്കാറുണ്ട്. അത് രസമുള്ള പരിപാടിയാ? പോയി പിള്ളടച്ചാവൻ വൈകുന്നേരം വന്ന ചീത്ത. അതെ, ഒരു ലെറ്റർ ഉണ്ട്. ഞാനൊരു കമ്പനിക്ക് വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ ലെറ്റർ എഴുതിയിട്ടുണ്ട്. ഒന്ന് പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ചെയ്യല്ലേ? എനിക്ക് ജോലി കിട്ടി. ഞാൻ നാളെ കൊടുത്തില്ലേ എന്റെ വീട്ടിലായിരുന്ന സമയത്ത്? അവരിതാ 1-ാം തീയതി ജോയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഈ 1-ാം തീയതി? ഒരാഴ്ചയല്ലേ ഉള്ളൂ. ഒരാഴ്ച ഇല്ല. ജോലി ഇവിടെ ജോലിയാ? ജോലിക്ക് പോയിക്കോട്ടെ. അതിനെന്താ? എന്തിനാ പോള് ജോലിക്ക് പോകണം? ഇവിടെ ജോലിക്ക് ഞാൻ പോണില്ല. പിന്നെ അല്ലാതെ ഇല്ലാതെ പഠിക്കും പോകണ്ടേ. പിന്നെ എന്തിനാ ഓക്ക് ജോലി? ആയിക്കോട്ടെ, ഒരാളും കൂടി കൂടുതൽ ജോലിക്ക് പോകാച്ചിട്ട് നെയ്യേറിയതുകൊണ്ട് അപ്പം കേട് വരില്ലല്ലോ. പോള് ജോലിക്ക് പോയാൽ ഈ പെരീത്തെ കാര്യങ്ങളൊക്കെ ആര് നോക്കൂടാ? അതൊക്കെ അങ്ങനെ എത്ര ആൾക്കാർ ജോലിക്കാരുണ്ട്? അവരൊക്കെ വീട്ടിലെ കാര്യങ്ങൾ നടക്കണില്ലേ? അതൊന്നും നടക്കൂലട്ടാ, പറ്റൂല. ഇതൊന്നും ഇവിടെ ജോലിക്ക് പോകില്ല. ഇവിടുന്ന് പുറത്തിറങ്ങാൻ പറ്റൂല. എന്താ ഇവിടുന്ന് പുറത്തിറങ്ങിയാലും? അതൊന്നും പറ്റൂല. അതൊക്കെ പറ്റും. ജോലി ഒരാൾക്കൊരു ജോലി ഉള്ളത് എപ്പോഴും നല്ല തന്നെയാണ്. എന്റെ അഭിപ്രായം എന്താ? പോണ്ടേ? ഉമ്മ, എനിക്ക് ജോലിക്ക് പോയേ പറ്റുള്ളൂ. എന്റെ ആവശ്യങ്ങൾക്ക് ഞാൻ മറ്റൊരാളെ കൈ പിടിക്കേണ്ട ആവശ്യമില്ലല്ലോ. എത്ര കാലം വെച്ചിട്ട് ഞാൻ ഉമ്മന്റെ കയ്യും കാലും പിടിക്കുക? ഉമ്മനല്ല ഇവിടെ കിടന്നിട്ട് അയ്യപ്പ മുളക്കടത്തില് ഞങ്ങള് പൈസ വയ്ക്കണേന്. അനക്കിപ്പോ എന്താ ആവശ്യങ്ങൾ അവിടെ നടക്കാത്തത്? എന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ അവിടെ നടത്തി തരുന്നുണ്ട്. നിങ്ങൾ അങ്ങനെ നടത്തി തരണ്ട. എനിക്ക് എന്റെ ആവശ്യങ്ങൾക്ക് ഞാൻ പിന്നെ എന്തിനാ പഠിച്ചത്? ഒന്ന് ചോദിച്ചോട്ടെ, ഞാൻ പിന്നെ എന്തിനാ പഠിച്ചത്? അപ്പൊ പഠിച്ചിട്ടില്ലേ? പഠിച്ചിട്ടുണ്ടെങ്കിൽ ഓല് ജോലി കിട്ടണമെങ്കിൽ ഓല് പോയിക്കോട്ടെ. എനിക്ക് എന്തായാലും ജോലി കിട്ടിയിട്ടുണ്ട്. ഞാൻ എന്തായാലും പോവുകയും ചെയ്യും. അല്ലമ്മ, ഞാൻ ഒന്ന് ചോദിക്കട്ടെ, പണ്ട് നിങ്ങൾക്ക് ജോലി കിട്ടിയപ്പോ വല്യപ്പ വല്യമ്മ ഇങ്ങനെ പറഞ്ഞിരുന്നാ പോണ്ടാന്ന്? ഓല് പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ പോവായിരുന്നാ? പിന്നെ നിന്റെ കാര്യം വരുമ്പോ എങ്ങനെ? അന്നത്തെ കാലം എന്ന് പറഞ്ഞാലേ അങ്ങനല്ല. ഇപ്പൊ ഇവിടെ ഇജ്ജ് മാത്രമേ ഉള്ളൂ. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഇജ്ജ് ഒരുത്തി മാത്രമേ ഉള്ളൂ. ഞാൻ പോയാ ഈ പേരെങ്ങനെ അനാഥായി കെടുക്കാൻ ഞാൻ സമ്മതിച്ചൂല. ഒരാള് ജോലിക്ക് പോവാച്ചിട്ട് ഒരു പേരുണ്ട് അനാഥാവുകയാണ്. ഓള് പോയിക്കോട്ടെ, ഇജ്ജ് പോയിക്കോ. ജോലി ഉണ്ടാവണ നല്ല തന്നെയാണ്. ഒരാളുടെ കയ്യും കാലും പിടിക്കണ്ടല്ലോ. അടച്ച റബ്ബേ, ഇറ്റുകൾ രണ്ടും കൂടി ഓരോരോ കുട്ടിക്കണി ഉണ്ടാക്കണ്ട. ഉമ്മ എന്ത് ഇവിടെ പറഞ്ഞിട്ടും കാര്യമില്ല. ഞാൻ എന്തായാലും ജോലിക്ക് പോവും. ഇന്റെ വാപ്പ കഷ്ടപ്പെട്ടിട്ടേ എന്നെ പഠിപ്പിച്ചതേ നല്ലൊരു ജോലിക്ക് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. സ്വന്തമായിട്ട് അധ്വാനത്തിൽ ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ എന്തായാലും ഉമ്മ പറഞ്ഞ കേൾക്കൂല ഈ ഒരു കാര്യം. ഞാൻ എന്തായാലും ജോലിക്ക് പോകും പറഞ്ഞാൽ ജോലിക്ക് പോകും. കാരണം ഇന്റെ മാപ്പിളക്ക് എന്തെങ്കിലും ഒരു 10 പൈസ കൊടുക്കാൻ എന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടെങ്കിൽ അതായി. പിന്നെ ഉമ്മാക്ക്
എന്നെ ജോലിക്ക് പറഞ്ഞയക്കാതിരിക്കാനോ അധികാരമില്ല. മനസ്സിലാവണ്ട? സൈനു, ഇവള് ജോലിക്ക് പോയിട്ടില്ല, ഇപ്പൊ തന്നെ ഉണ്ട് ഇങ്ങനെ. ഇനി പോയി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇജ്ജും ഞാനൊന്നും ഒന്നും ആവൂല, നമ്മളൊക്കെ ചവിട്ടി താത്തോള്. ഓള് ചവിട്ടി താത്താണെങ്കിൽ ചവിട്ടി താത്തി കൂടട്ടെ, എന്താന്നല്ലേ. എന്റെ പൊന്നുമ്മ, ഓരോ ദിവസം ഉമ്മ ഇവിടെ പറഞ്ഞ ശാപവാക്കുകൾക്ക് നന്നായിട്ട് അറിയാം. അത് കേട്ടിട്ട് തന്നെയാണ് ഞാൻ ഈ പണിക്ക് പോകാന്നുള്ള തീരുമാനം എടുത്തിരുന്നത്. ഉമ്മ എന്തെന്നെ പണ്ടും കാര്യമില്ല, ഞാൻ എന്തായാലും ജോലിക്ക് പോകും. ഇന്നെ എന്റെ വാപ്പ കഷ്ടപ്പെട്ട് പഠിപ്പിച്ചിട്ടേ സ്വന്തം കാലിൽ നിൽക്കാൻ വേണ്ടിയിട്ടാ. പിന്നെ ഞാൻ ഇപ്പൊ തൽക്കാലം സ്വന്തം കാലിൽ നിന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ കെട്ടിയോനിക്കും നിങ്ങൾക്കും ഒരു ഉപകാരം ഇരിക്കാരം. ഇക്ക, നിങ്ങൾക്ക് ഞാൻ ജോലിക്ക് പോകണേ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഒരു ബുദ്ധിമുട്ടില്ല, പോയിക്കോ. എനിക്ക് വേറെ ആരും നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. അനുഭവിച്ച ഇപ്പൊ കണ്ടില്ലേ, ഞാൻ പറഞ്ഞോടത്തെത്തി. എന്തുണ്ടായി ഓള വായലിരിക്കണ മുഴുവൻ കേൾക്കേണ്ടിയെന്നില്ല നിങ്ങള്? നിങ്ങൾക്ക് ഓരോ സമയത്തും ഓരോ അഭിപ്രായ. ഇത്രയും കാലങ്ങൾ എന്താ പറഞ്ഞിരുന്നത്? രണ്ടിനും ഒരു പണിയില്ല, എല്ലാ ചെലവും ഞാൻ തന്നെ ചെയ്യണം, തലയും താഴ്ത്തി നിൽക്കും, പോത്ത്, എന്തൊക്കെയാ പെണ്ണിന് നിങ്ങൾ പറഞ്ഞിരുന്നത്? ഇനി അങ്ങനെ തന്നെ പറഞ്ഞിരുന്നത്. അപ്പൊ തന്നെയാണ്. അപ്പോഴേ ഓരോരുത്തർക്ക് ജോലി ഉണ്ടാവണത് അവരുടെ എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങൾ നടക്കാൻ. നിങ്ങളെ കാലിഞ്ഞ് പിടിക്കാൻ പറഞ്ഞ കാര്യമില്ലല്ലോ. നിങ്ങൾ വലിയ ഇതായിട്ട് അവിടെ കുത്തിരുന്നോളി. അതന്നെ, അങ്ങനെ തന്നെയാണ്. നിങ്ങളെ കാലല്ല. പോണണ്ടില്ലേ ജന്തുക്കള് രണ്ടും കൂടി ഓരോരോ തീരുമാനം എടുത്തുകൊണ്ട്. പടച്ച റബ്ബേ, ഇനി ഞാൻ പണിക്ക് പോകുമ്പോൾ ആരാ ചോറും കൂട്ടാനും വെക്കല്? ഈ പെണ്ണ് പണിക്ക് പോയിട്ട് വല്ലാത്തൊരു കഥ തന്നെയാണ്. ഇന്റെ ഒരു എടങ്ങാറ്, അങ്ങോട്ട് പോയാലും ഇങ്ങോട്ട് പോയാലും ഒക്കെ എടങ്ങാറ് തന്നെ. ബാങ്ക് കൊടുക്കണ്ട്, നിസ്കരിച്ചാൻ പോട്ടെ, അതെങ്കിലും ഒരു കാര്യം ഉണ്ടാവും.